കൊല്ലത്ത് ശ്രീനാരായണ വനിതാ സമിതി പകൽ വീട്ടിലെ അമ്മമാരുടെ ഓണാഘോഷം സംഘടിപ്പിച്ചു. കളിച്ചിരിയും പാട്ടും നൃത്തവുമായി നിരവധി പേരാണ് ഒത്തുകൂടിയത്. പലർക്കും തങ്ങളുടെ കുട്ടിക്കാലത്തേതെന്നതുപോലെ ഒരു തിരിച്ചുപോക്ക് കൂടിയായിരുന്നു ഈ ഓണക്കാലം. പകൽ വീട്ടിലെ അമ്മമാരെയൊക്കെ ഒത്തുചേർത്തുള്ള ഒരു ഓണാഘോഷം കടപ്പാക്കടയിലെ ശ്രീനാരായണ ഭവനത്തിൽ ഒരു പകൽ മുഴുവൻ പാട്ടും നൃത്തവുമൊക്കെയായി ചിലവഴിച്ചു. ഭംഗിയേറിയ അത്തപ്പൂക്കളവും ഒരുക്കി. യോഗ അധ്യാപിക കൂടിയായ ഉഷാരാജൻ നായർ ഓണ സന്ദേശം നൽകി. അല്ലേ, ഇപ്പം എല്ലാവരും അങ്ങനെയാണ് ഞാൻ കാണുന്നത്. കൂടുതലും ഗെറ്റ് ടുഗദറിനൊക്കെ ഓരോരുത്തരുടെ കയ്യിൽ ഓരോ ഫോണും വെച്ച് ഇരിക്കുന്നത്. അപ്പം നമ്മൾ ഓപ്പൺ ആയിരിക്കണം, നമ്മൾ മനസ്സ് തുറന്ന് സംസാരിക്കുക. എല്ലാവരും കുഞ്ഞുങ്ങളെല്ലാവരുമായിട്ട് എല്ലാവരും ഇരുന്ന് സംസാരിക്കുക. പിന്നെ നോഡിങ്, എന്തെങ്കിലും അഭിപ്രായങ്ങൾ കുട്ടികൾ നമ്മുടെ അടുത്ത് എന്തെങ്കിലും സംസാരിക്കാൻ വരുമ്പം അത് കേൾക്കുക, കാണുക, കേൾക്കുക, അതാണ് സോഫ്റ്റ്. അങ്ങനെ ഈ ചെറിയ ഒരു സന്ദേശത്തോടു കൂടി നമുക്ക് നല്ല ഇനി തിരുവാതിര കളിയുണ്ട്, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അമ്മമാരുടെ തിരുവാതിര കളിയും ഉഷാറായി. നാടോടി നൃത്തവും പാട്ടുകളുമൊക്കെ കൗതുകം പകരുന്നതാണ്. പതിനേഴ് വർഷങ്ങൾക്ക് മുൻപാണ് പകൽ വീട് ജനിക്കുന്നത്. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള 30ഓളം മുത്തശ്ശിമാർ ഈ കുടുംബത്തിലെ അംഗങ്ങളാണ്. ആ കൂട്ടായ്മയിൽ സന്തോഷം എന്ന് പറഞ്ഞാൽ വലിയൊരു സൗഹൃദം നമ്മൾ അവിടെ കെട്ടിപ്പിടിക്കുന്നു, അത് നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. ആ സൗഹൃദം ഉള്ളതുകൊണ്ട് അവനവന്റെ മനസ്സിലുണ്ടാകുന്ന നമ്മുടെ സംഘടനകളെല്ലാം വെല്ലുവിളിച്ചു പോകും. അപ്പൊ ചെറിയ ചെറിയ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വരുന്നില്ല, നമുക്ക് അസുഖം ഉണ്ടല്ലോ. ഇപ്പൊ ശാരീരികമായിട്ടും മാനസികമായിട്ടും നല്ല ഉല്ലാസമാണ് കിട്ടുന്നത്. ഓണസദ്യയും കലാപരിപാടികളുമൊക്കെ മധുരിക്കുന്ന ഓർമ്മകളിലേക്കാണ് പകൽ വീട്ടിലെ അമ്മമാരെ കൂട്ടിക്കൊണ്ടുപോയത്. ജീവിതത്തിന്റെ തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന കാലഘട്ടം ആഘോഷങ്ങളിലേക്കുള്ള ഈ മടങ്ങിവരവ് ഏവർക്കും സന്തോഷം പകരുന്നതാണ്. ജനം, കൊല്ലം.